അസുര പ്രജാപതി ചണ്ഡബാഹു വിജയത്താൽ ശോഭിക്കുന്നു. നിർത്തുക, അനവസരത്തിന്റെ വാഴ്ചകൾ. ഉച്ചത്തിൽ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ അസുരാധിപൻ ചണ്ഡബാഹുവിന്റെ ദർബാർ മാളികയിലെ സമ്മേളനമല്ലിത്. ഭൂമിയും പാതാളവും കീഴടക്കി, നാഗ കിന്നര ഗന്ധർവാദികളെയും കീഴടക്കി. ഇനിയും ബോധവാന്മാരല്ലെന്നോ? ഇവിടെ ഒളിപ്പോരിനൊരുങ്ങി പാതിരാത്രി ഇന്ദ്രന്റെ മടയിലെത്തുമ്പോൾ ഒരിട്ട് ആളെ അറിയിക്കുവാൻ തക്ക വിഡിത്തം പടക്കി പുലമ്പിത്തന്മാരായ പോരാളികളെ, ഭൂമി പാതാളങ്ങളെ കീഴടക്കി അജയ്യമായ ദേവലോകം കൂടി ആക്രമിച്ചു നേടാനാണ് അസുരാധിപൻ ചണ്ഡബാഹു തിരുമനസിനൊപ്പം നാം ഇവിടെ ഈ അമരാവതിക്ക് സമീപം എത്തിയിരിക്കുന്നു. ആ കാണുന്നത് ദേവേന്ദ്രൻ വാഴുന്ന സ്വർലോകമായ അമരാവതിയാണ്. അവിടെ അമരുന്നത് അതീവ ശക്തിവിശേഷങ്ങളുള്ള എണ്ണമില്ലാത്ത ദേവകളാണ്. അവർ പോലും അറിയാതെ അവരെ കീഴ്പ്പെടുത്താനുള്ള ഒളിപ്പോരിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, എല്ലാ പൗർണമിയിലും ദേവേന്ദ്രനും ദേവകളും ആട്ടവും കൂത്തുകളുമായി മതിച്ചു കഴിയുന്ന രാത്രികളാണ്. അതുകൊണ്ടാണ് നാം ഇന്നേ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. ആയതിനാൽ ശ്രദ്ധയോടെ ഉത്തരവാദിത്വത്തോടെ മാത്രം മുന്നേറുക. യുദ്ധമാർഗങ്ങൾ വിശദീകരിക്കുക. ശ്വേതഗന്ധന്റെ നേതൃത്വത്തിൽ 1,00,000 പട അമരാവതിയുടെ പരശതം പ്രവേശന കവാടങ്ങളിൽ രഹസ്യമായി നിലയുറപ്പിക്കുക. ജംബുമാരികരും 1,00,000 പടയും ദേവകളുടെ വേഷം ധരിച്ച് ഉള്ളിൽ കടന്ന് ദേവകളുമായി അവരറിയാതെ കലരണം. അകത്ത് കടന്ന ജംബുമാലിയുടെ പടയിലെ ഒളിപ്പോർ വീരന്മാർ ആഘോഷവേളകളിൽ ദേവന്മാർ ആയുധങ്ങൾ വെക്കുന്ന കാവൽപ്പുര കീഴടക്കാൻ സജ്ജമായിരിക്കുക. മായാഗുരു പൂർവപാലന്റെ കർമ്മം കൂടി ബോധ്യപ്പെടുത്തുക മഹാവക്ത്ര. ഗുരു പൂർവപാലൻ തന്റെ മായാവിദ്യകൾ കൊണ്ട് ദേവന്മാരുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ രൂപങ്ങളെ പരമാവധി മറച്ചു പിടിക്കും. നമ്മുടെ സൈന്യത്തിന് സ്വർലോകത്ത് നേരിട്ട് ജയിക്കാൻ ഇത്ര സന്നാഹങ്ങൾ മതിയാകില്ലേ തിരുമനസേ? അവിടുത്തെ സുരക്ഷ കൂടി കണക്കിലെടുക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ സുരക്ഷയെ പ്രതി ആവരാതിയോ? ദേവകളുടെ പരമ്പൊരുളെന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ പരമശിവനെ പ്രീതിപ്പെടുത്തി സ്വന്തമാക്കിയ അപരാജിത രക്ഷയുണ്ട് നമ്മുടെ വാൾത്തലപ്പിൽ. അതുള്ളപ്പോൾ പരമശിവൻ ഉൾപ്പെടെ ഒരുത്തനും നമ്മെ നേർത്തു ജയിക്കാനാവില്ല. നേരമായിരിക്കുന്നു. ഇന്ദ്രസദസ്സിലെ ദേവകന്യകളുടെ കൂത്താട്ടങ്ങൾ കഴിയും മുമ്പ് നാം ലക്ഷ്യം നേടിയിരിക്കണം. തയ്യാറാവുക
വിജയിച്ച് മാത്രം മടങ്ങാനായി. ഇവിടുത്തെ കലാകാരികളുടെ മാറ്റുരയ്ക്കാനാകാത്ത പ്രതിഭ, സുരലോക സുന്ദരിമാരുടെ താരുണ്യവും ലാവണ്യവും നൽകുന്ന സമാനതകളില്ലാത്ത സൗന്ദര്യം. ഈ ഇന്ദ്രനും ഇന്ദ്രലോകവും ആദരവിനാൽ പ്രണമിക്കുന്നു. അക്ഷയശേഷികൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വാ തുറന്നു പിടിയാൻ ദ്വാരപാലകരാരുമില്ലേ? സഹസ്രാക്ഷനായ നമ്മുടെ കൂത്തമ്പല മാളികയ്ക്ക് പുറത്ത് എന്ത് അഹിതമാണ് സംഭവിക്കുന്നത്? എന്താണ് ഭരണദേവ സംഭവിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ ഇന്ദ്രദേവ. നാം ഇവിടെ ആഘോഷ പൗർണമിയിൽ ആനന്ദലഹരിയിൽ മുഴുകി നിൽക്കെ ലക്ഷോപലക്ഷം അസുരപ്പട അമരാവതിയുടെ ആപാത ചൂടം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് കൈയടക്കിയിരിക്കുന്നു. ആരാണ് അവരെ നയിക്കുന്നത്? മഹാശക്തനായ അസുരൻ ചണ്ഡബാഹു. ആക്രമിക്കാൻ പടയ്ക്ക് നിർദ്ദേശം നൽകൂ. ഉടനടി. കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്ദ്രദേവ. ചണ്ഡബാഹുവിന്റെ കീഴിലുള്ള അസുര സൈന്യം ആദ്യം കീഴടക്കിയത് നമ്മുടെ സൈനിക താവളങ്ങളാണ് പ്രഭു. ദേവസൈന്യത്തിന്റെ പ്രധാനികൾ ഉൾപ്പെടെ ആളും ആയുധപ്പുരകളും പോർനിലകളും എല്ലാം അവർ കൈയടക്കി കഴിഞ്ഞു. ഒരൊറ്റ ആഘോഷരാകുകൊണ്ട് ഇത്രയും. അയ്യോ, ഇനി നമ്മൾ എന്താണ് ചെയ്യുക ഇന്ദ്രദേവ? നമുക്ക് എങ്ങോട്ടെങ്കിലും. ഇന്ദ്രാണി, വ്യർത്ഥവും സ്വാർത്ഥവുമായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും എല്ലാം കോട്ടക്കുത്തളങ്ങളെ ഭേദിച്ച് ശത്രു സ്വർഗരാജ്യത്തിൽ അല്ല, സ്വർഗരാജ്യം ഏറെക്കുറെ പിടിച്ചടക്കിയിരിക്കും. അപകടം. അതിന്റെ ആസുരതയോടെ വാപിളർന്ന് നമ്മൾ ദേവന്മാരുടെ മൂക്കിൻ തുമ്പത്ത് തൊടാൻ ആഞ്ഞു നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് മാത്രമായി എന്ത് രക്ഷ? മരണദേവ, എന്നിട്ട് ഈ ചണ്ഡബാഹു ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെ അങ്ങയുടെ മൂക്കിന് താഴെ. കഴിഞ്ഞു ഇന്ദ്ര. ഞാൻ ലോകമാതാവായ
നിഷ്കളങ്കയായ മഹാദേവി, അവിടുത്തെ പതി തന്ന രക്ഷയുണ്ട് എന്റെ വാളിൻ തുമ്പിൽ. അതുള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഒരുത്തിനും കഴിയില്ല എന്ന ബലബലമേ പരമേശ്വരൻ നിനക്ക് തന്നുള്ളത്. ഒരുത്തിക്ക് കഴിഞ്ഞാലോ അതേ ചണ്ടബാബു, ആണൊരുത്തനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന ബലപ്രസാദമുള്ളൂ. മഹിഷാസുരൻ എന്ന കരുത്തനെ കൊന്ന മഹാദേവിയുടെ ആർജവം നിന്നെ വെല്ലുവിളിക്കും. ആണത്വമുണ്ടെങ്കിൽ നേർക്കുനേർ പൊരുതാൻ സമയം നിശ്ചയിക്കും. അതിൽ നീ ജയിച്ചാൽ സ്വർലോകം നിനക്ക്, തോറ്റാൽ ആയുഷ്കാലത്തേക്ക് നിന്റെ വിധി നാം നിശ്ചയിക്കും. സമ്മതമാണോ ചണ്ടബാബു? സമ്മതം, 1000 വട്ടം സമ്മതം. ഈ വിശ്വം തന്നെ കീഴടക്കിയ അസുര സാമ്രാട്ട്, കരുത്തരൻ കരുത്തൻ.